ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഡൈനാടെക്കിൻ്റെ മോണിറ്ററും പിന്നെ മിക്സറും പാടെ കണക്ട് ചെയ്തിട്ട് നമുക്ക് എങ്ങനെ അതിൽ കണക്ട് ചെയ്ത് റെഡി ആക്കാം എന്നതാണ് നമ്മുടെ വീഡിയോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഗൈസ്, ഇതായിട്ട് നമ്മുടെ ഡൈനാടെക്കിൻ്റെ മോണിറ്റർ. നമ്മളിന്ന് ഉപയോഗിക്കുന്ന മിക്സർ എന്ന് പറയുന്നത് NX മിക്സർ ആട്ടോ. നമുക്കിത് പുറത്തേക്ക് എടുത്ത് വെച്ച് മിക്സർ കണക്ട് ചെയ്ത് കാണിച്ചു തരട്ടെ ഞാൻ. ഗൈസ്, ഇതാണ് നമ്മുടെ മോണിറ്ററിൻ്റെ ബാക്ക് എന്ന് പറയുന്നത്. നമുക്കിവിടെ നോക്കുകയാണെങ്കിൽ ഒരു ഹീറ്റിംഗ് സിങ്ക് വരുന്നുണ്ട്. പിന്നെ നമുക്കിവിടെ നോക്കുകയാണെങ്കിൽ ബാസ് വരുന്നുണ്ട്, ട്രിബിൾ വരുന്നുണ്ട്, ലൈന് വോളിയം, മാസ്റ്റർ വോളിയം. നമ്മൾ എപ്പോൾ ഉപയോഗിച്ച് നമ്മുടെ പരിപാടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പരിപാടി കഴിഞ്ഞിട്ട് നമുക്ക് റീയൂസ് അടുത്ത വട്ടം നമുക്ക് വർക്ക് വരുമ്പോൾ നമ്മളിതാ ഫുള്ള് നമുക്ക് സീറോയ്ക്ക് ഇടുക. എന്നിട്ട് നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് മോണിറ്റർ കുറച്ച് കാലം കൂടി നമുക്ക് അധികം ഓടും. അത് ഞങ്ങൾ ഉപയോഗിക്കുന്നൊരു ടെക്നിക്കാട്ടത്. പിന്നെ നമുക്കിതാ ഇവിടെ നോക്കുകയാണെങ്കിൽ മൈക്ക് 1ൻ്റെ വോളിയുണ്ട്, മൈക്ക് 2ൻ്റെ വോളിയുണ്ട്, മൈക്ക് 2 പിന്നും വരുന്നുണ്ട് നമുക്കിതിൽ. പിന്നെ XLR, ലൈന്, ഇൻപുട്ട്, മിക്സർ ഔട്ട്പുട്ട്, പിന്നെ ഒരു ഓൺ ഓഫ് സ്വിച്ച് വരുന്നുണ്ട്, പിന്നെ ഒരു AC കോഡ് വരുന്നുണ്ട് കേട്ടോ. പിന്നെ നമുക്കിതാ ഇൻഡിക്കേറ്റർ നമുക്കിവിടെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ മോണിറ്ററിന് എന്ന് പറയുന്നത് ഈ മോണിറ്റർ നമുക്ക് ആംബ് ആവശ്യമില്ല, കാരണം നമുക്ക് ഇതിൽ തന്നെ ഇൻക്ലൂഡായി വരുന്നുണ്ട് ആംപ്ലിഫയർ. ഇതാണ് നമ്മുടെ മിക്സർ എന്ന് പറയുന്നത് NX മിക്സർ തന്നെ കേട്ടോ. ഇതും നമ്മുടെ മോണിറ്ററും പാടെ നമ്മൾ കണക്ട് ചെയ്തിട്ട് എങ്ങനെ നമുക്കിത് പർപ്പസ് ഉപയോഗിക്കാം എന്നൊക്കെ നമ്മളിതിലൂടെ പറഞ്ഞിരുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ നമ്മൾ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഗൈസ്, നമ്മുടെ മോണിറ്ററിന് പവർ കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു AC കോഡ് എടുക്കുന്നുണ്ട് കേട്ടോ. ഗൈസ്, നമ്മളിത് AC കോഡ് എടുത്ത് കണക്ട് ചെയ്തു. പിന്നെ മിക്സറിന് ഒരു AC കോഡ് വേണം, അത് നമുക്കെടുത്ത് കണക്ട് ചെയ്യാം കേട്ടോ. ഗൈസ്, നമ്മളത്തെ മിക്സറിനുള്ള AC കോഡ് എടുത്തിട്ടുണ്ട്, കണക്ട് ചെയ്തു. അപ്പോൾ ഇനി നമുക്ക് മിക്സറിനും നമ്മുടെ മോണിറ്ററിലേക്ക് പോകാനുള്ള കോഡ് വയർ ഞാൻ പരിചയപ്പെടുത്തി തരാം കേട്ടോ. ഗൈസ്, നമ്മളിതാ മോണിറ്ററിക്കും മിക്സറിക്കും കൊടുക്കാൻ വേണ്ടി നമ്മളിതാ ഒരു ജാക്കും ഒരു DMXൻ്റെ പോർട്ടുള്ള DMX ഇൻപുട്ട് കേസുള്ള ഒന്ന് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിതാ നേരെ DMX ഇൻപുട്ട് നേരെ അതിലേക്ക് കണക്ട് ചെയ്തു. പിന്നെ ഇതിനുള്ളത് ജാക്കാണ്. ജാക്ക് നേരെ എടുത്തിട്ട് നമ്മളിതാ മിക്സറിൽ ഓക്സിക്ക് കൊടുക്കേണ്ടത് കേട്ടോ. കാരണം നമ്മളിതിപ്പോൾ പർപ്പസ് ചെയ്യുന്നത് പറഞ്ഞാൽ നമ്മൾ മോണിറ്ററായിട്ടാണ് നമ്മളിതിൽ പർപ്പസ് ചെയ്യുന്നത്. ഈ നമ്മൾ ഓക്സ് കൊടുക്കാൻ കാരണം എന്താ വെച്ചാൽ നമ്മൾ ഈ ഗ്യാങ്ങൾ വരുമല്ലോ, ഈ പ്രൊഫഷണൽ ഗ്യാങ്സ് പാട്ട് പാടാനായിരിക്കൊക്കെ. അപ്പോൾ അവർക്ക് മാത്രമേ അവരുടെ സൗണ്ട് ക്ലിയർ ആണോ എന്നൊക്കെ, അവർ സൗണ്ട് എങ്ങനെ എടുത്തു പറയണം അങ്ങനെയൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓക്സിൽ കൊടുക്കുന്നത്. അപ്പോൾ ഈ മിക്സറിൽ പറയുന്നത് ഒരു ഓക്സേ വരുന്നുള്ളൂ. ഇതിൽ ഇങ്ങനെ മിക്സർ വലിയ മിക്സറായി വരും തോറും നമുക്ക് ഓക്സിൻ്റെ എണ്ണം കൂടും കേട്ടോ. അപ്പോൾ ഈ മിക്സറിൽ ഒരു ഓക്സ് ഉള്ളൂ. അപ്പോൾ നമുക്കിത് ഈ മിക്സറിൽ ഒരു മോണിറ്റർ നമുക്കിത് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മളിത് ഒരു മോണിറ്റർ കൊടുത്തിട്ടുണ്ട് കേട്ടോ നമുക്കിതിൽ. അപ്പോൾ ഇതാണ് ഈ ഓക്സിൻ്റെ മെയിൻ പറയുന്നത്. ഈ 7 ചാനലും മെയിൻ എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. ഈ ഒരു ഓക്സാണ് 7 ചാനലും മെയിൻ എന്ന് പറയുന്നത്. ഓക്സിൻ്റെ മെയിൻ ഇതാണ് കേട്ടോ. ഓക്കെ, നമ്മൾ മൈക്കായിട്ട് ഉപയോഗിക്കുന്നത് പറഞ്ഞാൽ ഹൂജോൻ്റെ വയർലെസ് മൈക്കാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ വയർലെസ് മൈക്കും അതിൻ്റെ പാനലുപാടെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിതാ ഒരു ജാക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ. കേസ്, ഇതാണ് നമ്മുടെ വയർലെസ്സിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ യൂണിറ്റ് ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ യൂണിറ്റിൽ നിന്ന് മിക്സറിലേക്ക് പോകാൻ വേണ്ടി നമ്മളൊരു ജാക്ക് ഇട്ടിട്ട് നമുക്ക് ഇത് ഷോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെ നോക്കാം. ആദ്യം നമ്മളിതാ ജാക്ക് എടുക്കുക. ജാക്കറ്റ് എടുത്തതിന് ശേഷം നമുക്കിതാ ലൈനിലേക്ക് കൊടുത്ത ശേഷം നമ്മളിതാ ഇതിൻ്റെ ബാക്കിലേക്ക് വരികയാണെങ്കിൽ അതാ നമുക്കിതാ കാണാൻ ഇവിടെ ഒരു മിനിറ്റ് ഇതാ ഔട്ട്പുട്ട് പറയുന്നത് നമ്മുടെ ഹൂജോൻ്റെ വയർലെസ് മൈക്കിൻ്റെ കോഡിൽ യൂണിറ്റിൽ. അപ്പം ഇതാ കണക്ട് ചെയ്തു. അങ്ങനെ മിക്സറിൽ നിന്ന് പോയി. അപ്പോൾ നമുക്ക് ഇനി ഇതിലേക്ക് കണക്ഷൻ കൊടുക്കണം. പവർ നമുക്കിത് ഈ യൂണിറ്റിക്കും കൊടുക്കണം. അപ്പോൾ ഈ യൂണിറ്റിക്ക് കൊടുക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് എന്ന് പറയുന്നത് DC 9 വാൾട്ടിൻ്റെ ഒരു അഡാപ്റ്ററാണ്. നമുക്ക് അതൊന്ന് കണക്ട് ചെയ്യാം കേട്ടോ. ഇതാണ് നമുക്ക് DC 9 വാട്ടിൻ്റെ
അഡാപ്റ്റർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നേരെ കണക്ട് ചെയ്യാം കേട്ടോ. നമ്മളിത് പിന്നെ എടുക്കുന്നത് നേരെ കണക്ട് ചെയ്യുന്നു. ഒരു മിനിറ്റ് തന്നെ നമ്മളത് കണക്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൽ എന്തൊക്കെ ചെയ്തത് എന്നൊക്കെ ഞാൻ ഒന്നും കൂടി ഡീറ്റെയിൽ ആയി പറഞ്ഞുതരാം കേട്ടോ. നമുക്ക് ഡൈനാടെക്കിൻ്റെ മോണിറ്റർ എന്ന് പറയുന്നത് ഇത് നമ്മുടെ ഹീറ്റിംഗ് സിങ്ക് വരുന്നുണ്ട്, ഒരു ബാസ് വരുന്നുണ്ട്, നമുക്ക് അവിടെ ഇൻഡിക്കേറ്റർ വരുന്നുണ്ട്, ട്രബിൾ വരുന്നുണ്ട്, ലൈന് വരുന്നുണ്ട്, മാസ്റ്ററും വരുന്നുണ്ട്. നമ്മൾ ഈ ഇത് ഉപയോഗിച്ചു നമുക്കിപ്പോൾ ഒരു പരിപാടി വന്നു. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ വീണ്ടും അടുത്ത പരിപാടി വരുമ്പോൾ നമ്മളിത് 0-ൽ ഇട്ടിട്ട് വേണം നമ്മൾ മാസ്റ്ററും ലൈൻ വോളിയും ഓപ്പൺ ആക്കാൻ. കാരണം നമുക്ക് അങ്ങനെ ചെയ്തതിന് നമുക്ക് ഈ മോണിറ്റർക്ക് നമുക്ക് കുറച്ചും കൂടി കാലം കൂടുതലായി നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ ഇവിടെ നോക്കുകയാണെങ്കിൽ മൈക്ക് 1ഉം 2ഉം നമുക്ക് കാണാം. നമുക്ക് അതിനുള്ള ഇൻസേർട്ടും കാണാം കേട്ടോ നമുക്കിവിടെ. പിന്നെ ഇതാ മിക്സറിൽ നിന്ന് വരുന്ന ഇൻപുട്ട് നമുക്ക് കാണാം. മിക്സർ ഔട്ട്പുട്ടും കാണാം കേട്ടോ. ഇത് ലൈൻ ഇൻപുട്ട്, മിക്സർ ഔട്ട്പുട്ട്. നമുക്കിതിപ്പോൾ ഇത് വരുന്നത് മിക്സറിൽ നിന്നാട്ടോ. പിന്നെ നമുക്കിത് ഒരു ഓൺ ഓഫ് സ്വിച്ച് വരുന്നുണ്ട് നമുക്കിതിൽ. പിന്നെ ഒരു AC കോഡ് കേട്ടോ. ഇതാണ് നമുക്ക് ഈ മോണിറ്ററിൽ വരുന്നത് കേട്ടോ. അപ്പോൾ ഗൈസ് നമ്മളിതാ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് മിക്സറിൽ നിന്ന് പോകുന്ന ഇൻപുട്ടാണ് ഇത്. ഇത് ഓക്സിൽ നമ്മൾ കൊടുത്തിരിക്കുന്നത്. കാരണം നമുക്ക് ഫ്യൂഷനൊക്കെ വരുമ്പോൾ നമ്മൾ മോണിറ്റർ, തബല, കീബോർഡ്, പാട്ട് അങ്ങനത്തെയൊക്കെ വരുമ്പോൾ നമുക്ക് അവർക്ക് വേണ്ടി തിരിച്ചു കൊടുക്കാം. മോണിറ്റർ അവരുടെ ഫേസിലേക്ക് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഓക്സ് കൊടുക്കുന്നു. ഓക്സ് നമ്മൾ സിംഗിൾ ചാനൽ വരുന്നു കേട്ടോ. ഇതിൽ വലിയ വലിയ മോണിറ്റർ ആവും തോറും വലിയ വലിയ മിക്സർ ആവും തോറും നമുക്ക് ഓക്സിൻ്റെ തന്നെ കൂടി വരും കേട്ടോ. നമ്മൾ ഈ മിക്സറിൽ എന്ന് പറയുന്നത് ഒരു ഓക്സ് ഉള്ളത്. ഈ മിക്സറിൻ്റെ ഫുൾ കൺട്രോളറായ ഓക്സ് ഇതാണ് കേട്ടോ. ഇതാണ് ഈ മിക്സറിൻ്റെ മെയിൻ ഓക്സ് എന്ന് പറയുന്നത് കേട്ടോ. ഈ മിക്സറിനെ കുറിച്ച് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് എന്തെങ്കിലും അറിയേണ്ടവർ നേരെ നമുക്ക് യൂട്യൂബിൽ പോവാം. എൻ്റെ ഈ വീഡിയോൻ്റെ തൊട്ട് താഴത്തുണ്ടാകുന്നു കേട്ടോ. പിന്നെ മൈക്കയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് അഹൂജോൻ്റെ വയർലെസ് മൈക്ക് ആട്ടോ എടുത്തിരിക്കുന്നത് നമ്മൾ. പിന്നെ ഈ പവർ ഇതെന്നുള്ള മൈക്കിൻ്റെ സൗണ്ട് മിക്സറിലേക്ക് വന്ന് മിക്സറിൽ നിന്ന് മോണിറ്ററിലേക്ക് പോകാൻ വേണ്ടി നമ്മളൊരു ജാക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ ഇതിൽ. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇതൊന്ന് വർക്ക് ചെയ്യിപ്പിച്ചും കൂടി കാണിച്ചു തരാം കേട്ടോ. ഞാൻ നമ്മൾ 3ാമത്തെ പവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നോക്കുകയാണെങ്കിൽ നമുക്ക് മോണിറ്റർ വന്നിട്ടുണ്ട്, വയർലെസ് മൈക്കിൻ്റെ വന്നിട്ടുണ്ട്, നമ്മുടെ മിക്സറിൽ വന്നിട്ടുണ്ട് കേട്ടോ. 3 അങ്ങനെ വന്നിട്ടുണ്ട്. ഇതിക്ക് 3 ലൈൻ എത്തിയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് പവർ ഓൺ ചെയ്ത് ഒക്കെ നമുക്ക് ചെക്ക് ചെയ്യണതും ഒരു മ്യൂസിക് നോൺ കോപ്പിറൈറ്റ് സോങ് ഇട്ട് കാണിച്ചു തരാട്ടെ. നമ്മൾ പവർ ഓണാക്കി ഇവിടെ വന്നു. അപ്പോൾ മോണിറ്റർ നമ്മൾ ഓണാക്കി. അതിന് ശേഷം നമ്മളിതാ മിക്സറിലേക്ക് വന്നു. മിക്സർ ഓണാക്കി, ഇൻഡിക്കേറ്റർ എത്തി. വയർലെസ് മൈക്ക് ഓണാണ് കേട്ടോ. ഈ വയർലെസ് മൈക്കിൻ്റെ ഇത് പറയുന്നത് നമുക്ക് ഇതൊന്നും ഞാൻ പരിചയപ്പെടുത്തി തരാം, സ്പീഡ് പരിചയപ്പെടുത്തി തരാം. നമുക്കിവിടെ ഒരു ചെറിയൊരു കൺട്രോളർ വരുന്നുണ്ട്. പിന്നെ നമുക്ക് മേലെ 2 ഇൻഡിക്കേറ്റർ വരുന്നുണ്ട്. എന്തിൻ്റെയൊക്കെ വെച്ചാൽ നമുക്ക് ഇവിടെ മൈക്ക് അപ്പോൾ നമ്മുടെ മൈക്കൊന്ന് എടുത്ത് കാണിച്ചു തരാം കേട്ടോ. ഇതാണ് നമ്മുടെ മൈക്ക്. ഇതിപ്പോൾ കിടക്കണത് പറഞ്ഞാൽ ഓഫിലാണ് മൈക്ക് കിടക്കുന്നത്, കാണാം. ഇത് ഓണാക്കാൻ പോട്ടെ. മൈക്ക് ഓണാക്കി തന്നെ ഓപ്പറേറ്ററിന് കണ്ടുതാ ഓൺ ആയിട്ടുണ്ട് എന്ന് നമുക്കത് അവിടെ അറിയാം. പിന്നെ ഒന്ന് പറഞ്ഞൊരു ഓൺ ഓഫ് സ്വിച്ച് വരുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഇൻഡിക്കേറ്ററും വരുന്നുണ്ട് കേട്ടോ. പിന്നെ അതൊന്ന് വർക്ക് ചെയ്യിപ്പിച്ച് കാണിച്ചു തരാം കേട്ടോ. മോണിറ്റർ അവിടേക്ക് വന്നിട്ടുണ്ട്. ലൈന് വോളിയം കൂട്ടി, മാസ്റ്റർ വോളിയം കൂട്ടി. ഇപ്പോൾ നമ്മളിതാ ഫുള്ളിലിട്ടുണ്ട് കേട്ടോ ഇത് രണ്ടും. പിന്നെ മിക്സറിലേക്ക് പോകാം കേട്ടോ. കേസ് നമ്മളിത് മിക്സറിലേക്ക് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാതോ ഫുള്ള് ഷട്ട് ഡൗണായി കിടക്കാം കേട്ടോ. തെക്കൊന്നുമില്ല, തെക്കൊന്നും ഒക്കെ ഓഫാണ്. അപ്പോൾ ഇനിയിത് ഫീഡർ വയ്ക്കാനും വേണ്ടില്ല, ഏത് ഫീഡർ വയ്ക്കുമോ അതാ ഗെയിൻ കൂട്ടി, പാനും കൂട്ടി, മൈക്ക് എടുത്താ ഓക്സ് ഇതാ മിഡും കൂട്ടി കേട്ടോ. നമുക്ക് ഒരു മിനിറ്റ്
ഇതിലേത് വേണമെങ്കിലും കൂട്ടിക്കാം. മാസ്റ്റർ ഇതാ ഫുള്ള് ഇത് ഫുള്ള് കേട്ടോ. ഹലോ തെസ് മൈക്ക് ഓൺ കേട്ടോ. ഹലോ തെസ് ഇവിടെ ഹിന്ദിക്കാരോട് നോക്കാം. ഹലോ തെസ് ഹലോ മൈക്കിക്ക് അല്ല സ്പീക്കർക്ക് മിക്സറിന് അങ്ങോട്ട് കടന്നു പോകണില്ല. കാരണം എന്താ, നമ്മളിതാ ഇവിടെ ശ്രദ്ധിക്കണം. നമ്മളിതാ ഓക്സിലാണ് നമ്മൾ മിക്സറിൽ നിന്ന് പോണ ഇൻപുട്ട് നമ്മൾ മോണിറ്ററിലേക്ക് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇൻപുട്ട് ഓക്സിലാണ്. അപ്പോൾ ഓക്സ് നമ്മൾ ചാനൽ സെൻറ്ററിലിട്ടു കേട്ടോ. നമ്മൾ മെയിൻ സെൻറ്ററിൽ 2 ഫീഡറും കുറച്ചു. ഓക്കെ, 3 സെൻറ്ററിൽ കിടക്കണ്. 3 വേണ്ടതാ ലോ മാത്രം നമ്മൾ ഇട്ടിട്ടുണ്ട് കേട്ടതാ. ലോ മാത്രം. ഇനി കണ്ടതാ. ഹലോ കേൾക്കാൻ പറ്റുണ്ടോ അറിയില്ല. ഓക്സ് ഫുള്ളിട്ടു. കേൾക്കുന്നുണ്ട്. നമ്മളിതാ ഫീഡർ ഫുള്ള് താഴ്ത്താട്ടോ. കണ്ടോ, ഫീഡർ ഫുള്ള് താഴ്ത്താം. 1 2 3 4 5 6 7 ഫീഡറും താഴ്ത്താണ്. കണ്ടോ. ഹലോ ടെസ്റ്റിംഗ് കേട്ടോ. മൈക്കതാ ഓണിലും കിടക്കണതാ. ഓണ്. ഹലോ ടെസ്റ്റിംഗ് നമ്മുടെ മോണിറ്റർ. ഹലോ ടെസ്റ്റിംഗ് ഹലോ ഹിന്ദിക്കാരുണ്ട് കേട്ടോ. ഹലോ ടെസ്റ്റിംഗ് ഒരു ഫീഡർ പോലും പൊങ്ങിയിട്ടില്ല. നോക്കിയതാ. ഹലോ ടെസ്റ്റിംഗ്. എന്താ ഹിന്ദിക്കായിട്ട് എന്താ ഇത് 15 ഇതും 15 ഹലോ ടെസ്റ്റിംഗ് അപ്പോൾ നമുക്ക് ഹിന്ദിക്കായിട്ട് കാണാം. ഹലോ ഫീഡർ ഒറ്റ പോലെ പൊന്തിയിട്ടില്ല. ഞാൻ അപ്പോൾ നിങ്ങൾക്ക് ഹിന്ദിക്കായിട്ട് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. ഹലോ ഓണല്ല. ഹലോ ഞാൻ അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു നോൺ കോപ്പിറൈറ്റ് സോങ് ഇട്ട് കാണിച്ചു തരാം കേട്ടോ. പെൻഡ്രൈവ് എടുത്തു, USB കുത്തി. ഓക്കെ, ഓണാക്കി. സോങ് ഇടാൻ പോട്ടോ. മിക്സർ തോട് യാത്രയായി സൂര്യാങ്കുരം ഈകയായി നീലാംബരം 2 ഫീഡർ മാത്രമേ പൊക്കിയിട്ടുള്ളൂ കേട്ടോ. യാത്രയായി സൂര്യാങ്കുരം ആർദ്രമാം സ്നേഹം തേടി നോക്കുമായാലോ പാടി
മൊത്തം താഴെ കിടക്കേണ്ടതാ, ഓക്സിലെ കൺട്രോൾ വരുന്നതാ. ഒന്നിനും വരുന്നതാ, ഫുൾ ഷട്ട് ഡൗൺ ഇട്ടതാ. ഓരോമയായി മാഞ്ഞു പോയതെന്നു നിൻ രൂപം. ഫുള്ള് ഷട്ട് ഡൗൺ ആയി കിടക്കണ കണ്ടോ? വെറും ഓക്സിൽ മാത്രം നമ്മൾ കൺട്രോൾ ചെയ്യണേ. മെയിൻ ഇത് ഓഫ് ചെയ്തു, മെയിൻ ഇത് ഫുള്ള് ഷട്ട് ഡൗൺ ചെയ്തതാ. സെൻട്രലിട്ടോ ഇതാണ് ഇതിൽ 5-ൻ്റെയും 0-ൻ്റെയും നടുവിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെയായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. ഇതേമാതിരി അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. അതിനു മുമ്പ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതേമാതിരി അടുത്ത ദിവസം ഒരു വീഡിയോ ആയി കാണാം. ശരി.